ഓ ആൾക്കാരുടെ പരിഹാസം കേട്ട് മടുത്തു. ബാഗൊക്കെ തൂക്കി ഞാൻ ഈ പോകുന്നത് എവിടേക്കാന്ന് എല്ലാവരും ഇങ്ങനെ ചോദിക്കും. അവളെന്തായാലും ഇങ്ങനെ മേക്കപ്പൊക്കെ ഇട്ട് പിന്നെ എന്താ പറയുക, ഓഫീസ് ജോലിക്ക് പോണ ആൾക്കാരെ പോലെ ബാഗൊക്കെ തൂക്കിയിട്ട് ഇങ്ങനെ പോവുകയാണ്. അവൾ എന്ത് ജോലി ചെയ്യുന്നതെന്ന് ആർക്കെങ്കിലും അറിയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കളിയാക്കണവരൊക്കെ ഉണ്ട്. കളിയാക്കിക്കോട്ടെ. 10 ഉറുപ്പ്യ അധ്വാനിച്ച് സമ്പാദിക്കാൻ പറ്റുന്നതുണ്ടെങ്കിൽ അതിൽ ഞാൻ ആത്മാഭിമാനം കൊള്ളുന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ ജോലി എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിന് മുന്നേ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങുന്ന ഒരു ഒരു കാര്യമാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം വേറൊന്നുമല്ല, നമ്മൾ ഏതൊരു ജോലി ചെയ്യുമ്പോഴും അതിൻ്റേതായ ഒരു നീറ്റ്നെസ് നമുക്ക് വേണം. ഇപ്പം ഞാൻ അടുക്കളപ്പണി ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കീറാപാറയായിട്ട് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. എനിക്ക് എൻ്റേതായ ഒരു സ്റ്റൈലിൽ ഞാൻ വർക്ക് ചെയ്യുന്നു, പോകുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ എൻ്റെ വർക്ക് ഇപ്പോൾ നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ടാവും. ഞാൻ പിന്നെ എൻ്റെ കടയിൽ എനിക്കൊരു ചെറിയൊരു കടയുണ്ട്. ആ കടയിൽ ഞാൻ ഉണ്ണിയപ്പം കച്ചവടവും ലൈവായിട്ട് ഉണ്ണിയപ്പം ചൂടുന്നുണ്ട്. പിന്നെ ഉച്ചയ്ക്ക് ഊണും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് വിശേഷങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ ചെറുതായിട്ട് കണ്ടിട്ട് പോയിട്ടുണ്ടാവുക. അപ്പോൾ അതാണ് എൻ്റെ ഡ്യൂട്ടി. ഞാൻ എൻ്റെ ഡ്യൂട്ടി ആത്മാർത്ഥമായിട്ട് ഞാൻ ചെയ്യുന്നു. ആ ആത്മാർത്ഥതയ്ക്ക് എനിക്ക് ചെറിയൊരു പിന്നെ കൂലിയും കിട്ടുന്നുണ്ട്. അതിൽ ഞാൻ സംതൃപ്തയാണ്. അതുപോലെ പ്രയാസങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കരഞ്ഞ് ജീവിതം അവസാനിപ്പിക്കാൻ നിൽക്കുന്നവരോടായിട്ടാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ കാര്യങ്ങൾ ഞാൻ പറയുന്നത്. ഞാൻ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു വന്നൊരു ആളാണ്. ഇപ്പോഴും പ്രതിസന്ധിയിൽ തന്നെയാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും ഞാൻ തളരില്ല എന്നുള്ള ഒറ്റ വിശ്വാസത്തോടു കൂടെ ഞാനിതാ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഒപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാവണം, ഒപ്പം കൂടുക, നമ്മളുടെ കൂടെ നിന്ന് നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കൂടെ ഒന്ന് ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൂടുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നാളെ കാണാം.